The good news is this. ഏറ്റവും നല്ല വാർത്ത, സകല മനുഷ്യരും അറിയേണ്ട ഏറ്റവും നല്ല വാർത്ത ഇതാണ്. ഹിസ് ഡെത്ത്, ആ മരണം എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. മനുഷ്യൻ ദൈവ കോടതിക്ക് മുമ്പിൽ കുറ്റക്കാരാണ്. പക്ഷെ ദൈവത്തിന് മനുഷ്യനെ സ്നേഹമാണ്, ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വാട്ട് ക്യാൻ ബി ഡൺ? എന്തോ ചെയ്യും? ഒറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പിടിക്കപ്പെട്ട കുറ്റക്കാരന് പകരമായിട്ട് ദൈവം തന്റെ പൊന്നോമന പുത്രനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചു. ചെയ്തതെന്തെന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ശ്രദ്ധിക്കണം അടുത്ത ഭാഗം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ നടക്കുന്നു. എന്താണ് ദൈവം ചെയ്തത്? അത്ഭുതകരമായി ഈ പിടിക്കപ്പെട്ട കുറ്റവാളിയുടെ മേളിൽ ഉണ്ടായിരുന്ന സകല അകൃത്യവും എടുത്ത് ഒരു കുറ്റവും ചെയ്യാത്തവന്റെ മേളിലേക്ക് ചുമത്തി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേലാക്കി, പാപമില്ലാത്തവൻ പാപമാക്കിപ്പെട്ടു. അങ്ങനെ ഈ പാപം ട്രാൻസ്ഫർ ചെയ്തപ്പോ അതോടൊപ്പം ഈ പാപത്തിന്റെ ശിക്ഷയും ആരുടെ മേലായി? യേശുവിന്റെ മേലായി. അതാണ് 5-ാമത്തെ വാക്യം വായിക്കുന്നത്. എന്നാൽ അവൻ നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ശ്രദ്ധിച്ചോ? 2000 വർഷത്തിന്റെ മുമ്പിൽ ഒരു മരണം നടന്നു. പക്ഷെ ആ മരണം എന്തിനായിരുന്നു? അത് എന്റെ പാപം യേശുവിന്റെ മേൽ ചുമത്തി എന്റെ ശിക്ഷയെ വഹിച്ചുകൊണ്ട് ആ മലയിലേക്ക് കടന്നുപോയതാണ് യേശു ചെയ്തത്. ഹിസ് ഡെത്ത്, ആ മരണം എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. ഞാൻ പിടിക്കപ്പെട്ട് ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് എന്റെക്ക് പകരമായി എന്റെ സ്ഥാനമെടുത്ത്, എന്റെ പാപമെടുത്ത്, എന്റെ ശിക്ഷയെടുത്ത് കാൽവറിയിലേക്ക് നടന്നുപോയ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതം ഇതുവരെയും രക്ഷിതാവിനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ മരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ മരണം പാപത്തിൽ തുടരുന്ന സകലർക്കും വേണ്ടിയാണെന്നുള്ള വിശ്വാസം ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവ് പറയാ, കുഞ്ഞേ, സഹോദര, സഹോദരി, നിന്റെ ശിക്ഷയെ ഏറ്റെടുത്തുകൊണ്ട് ദൈവ കോടതിക്ക് മുമ്പിൽ ദൈവ ക്രോധത്തെ വഹിച്ച ദൈവത്തിന്റെ പുത്രനെ കാണാതിരിക്കരുത്.